പറയുന്ന ന്യൂ ജനറേഷൻ അത്തരത്തിൽ വോട്ടിങ്ങിനെതിരാണ്, അപ്പൊളിറ്റിക്കലാണ് എന്നൊക്കെ പറയുന്നതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ജെൻസി എന്നും ജെൻ ആൽഫി എന്നും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്ലെയിം മുഴുവൻ ഈ പുതുതലമുറയിലേക്കും അല്ലെങ്കിൽ അവർ ഓൺലൈനായിട്ട് കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകളിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നതിൽ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. അഭിനയിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മത്സരിക്കുന്നതുകൊണ്ടോ പ്രശ്നമില്ല, പക്ഷെ അവർ എന്ത് രാഷ്ട്രീയമാണ് ഉയർത്തി കാണിക്കുന്നതാണ് അവിടെ ചോദ്യം. കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം മുൻനിർത്തിയാണ് എല്ലാ കാലത്തും ഞാൻ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നവകേരളത്തിലെ പുതിയ തലമുറയിലെ വോട്ടർമാർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയണ്ടേ? ചോദിച്ചു നോക്കാം. അപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇലക്ഷൻ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണെന്നല്ലേ പൊതുവെ പറഞ്ഞു കേൾക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അല്ലെങ്കിൽ പ്രായപൂർത്തിയായ എല്ലാവർക്കും ആ രാജ്യത്ത് തങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനങ്ങളാണ്, ഡിസിഷൻ മേക്കിങ്ങിൽ ഏത് രീതിയിലാണ് പങ്കെടുക്കാൻ പറ്റുന്നതിൻ്റെ അതിൻ്റെ ഒരേ ഒരു അവസരമാണ് പലപ്പോഴും വോട്ടിംഗ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലെ തെറ്റ്. അത് നമ്മുടെ പ്രായത്തിലുള്ള പൊതുവേ എല്ലാവരും പറയുന്നത് പോലെ ജെൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂ ജനറേഷൻ അത്തരത്തിൽ വോട്ടിങ്ങിനെതിരാണ്, അപ്പൊളിറ്റിക്കലാണ് എന്നൊക്കെ പറയുന്നതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള, അതിനെ കൃത്യമായി വോട്ടിലൂടെ രേഖപ്പെടുത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഭൂരിപക്ഷമുള്ളത്. അങ്ങനെ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും അത്തരത്തിൽ പൊളിറ്റിക്കലായ മനുഷ്യരുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീനിവാസന്റെ സിനിമയിലെ ഈ സമയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാ കാലഘട്ടത്തിലും പൊളിറ്റിക്കലായ മനുഷ്യരുണ്ട്. ഒരുപാട് പേര് ഇലക്ഷനെ ഒന്നും അത്ര പ്രാധാന്യമായിട്ട് കാണുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നിങ്ങളുടെ കോളേജിൻ്റെ ചുറ്റുപാടും വെച്ച് തന്നെ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് പോകാൻ എന്തായിരിക്കും റീസൺ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കാരണം നമ്മൾ കണ്ടു വളർന്ന സാഹചര്യത്തിലാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പം അവർ കടന്നു വരുന്ന സാഹചര്യം ചിലപ്പം ജനാധിപത്യ വിരുദ്ധവും അതേപോലെ തന്നെ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇലക്ഷന് പങ്കെടുത്തിട്ട് കാര്യമില്ല, ഇതൊക്കെ വെറുതെയാണ്, അത് അവരുടെ സ്വാർത്ഥമായ ചിന്തകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അരാഷ്ട്രീയത വളർന്നു വരാൻ നമ്മുടെ രാജ്യം ഭരിച്ച ദേശീയ പാർട്ടികൾക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആശയപരമായി യാതൊരു അടിത്തറയും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിരീക്ഷിച്ച് വളർന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വംശഹത്യകളും യുദ്ധങ്ങളുമെല്ലാം നിരന്തര സാഹചര്യമായി വളർന്നു വന്നിട്ടും പിഞ്ചു കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചും ഭോഗിച്ചും ജീവിക്കുന്ന ആളുകൾ എക്സ്പോസ്ഡ് ആക്കപ്പെട്ടിട്ടും അവർക്കെതിരെ ഒന്നും നടപടി എടുക്കപ്പെടാത്തൊരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ജെൻസി എന്നും ജെൻ ആൽഫി എന്നും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്ലെയിം മുഴുവൻ ഈ പുതുതലമുറയിലേക്കും അല്ലെങ്കിൽ അവർ ഓൺലൈനായിട്ട് കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകളിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നതിൽ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ആധുനിക നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ ജാതിയെയും മതത്തെയും പലതരത്തിലുള്ള ശ്രേണീബദ്ധങ്ങളെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം വോട്ട് ചെയ്തപ്പോൾ അത് എന്ത് മാനദണ്ഡത്തിലായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്തത്? ഞാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കന്നി വോട്ട് നടക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2024 ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മറുപുറത്ത് ആനി രാജയും ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ എൻ്റെ മണ്ഡലത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അല്ലെങ്കിൽ നിലവിലുള്ള ഫാസിസ്റ്റിക് ടെൻഡൻസികളുള്ള ഗവൺമെൻറ്റിനെ എല്ലാം തച്ചു തകർക്കാൻ മാത്രം കെൽപ്പുള്ള ഇന്ത്യയിലെ ഒരു നവപുരുഷൻ എന്ന നിലയിലൊക്കെയാണ് പുള്ളി പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ അവിടെയും ഞാനെന്ന് പറയുന്ന വ്യക്തി ആദ്യമായും അവസാനമായും ഉറ്റുനോക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശയപരമായിട്ടുള്ള അടിത്തറയുണ്ടോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ ഒന്നാമത്തെ കഞ്ഞിയോട്ടമാണ്. അത് കഞ്ഞിയോട്ടാണ്. അപ്പൊ കഞ്ഞിയോട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ഔട്ട് ചെയ്യുക, അതോ കൃത്യമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ എന്ത് ആശയത്തിനായിരിക്കും യുവതലമുറയ്ക്ക് പ്രയോജനമുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്ന പാർട്ടികളോടാവോ? കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം മുൻനിർത്തിയാണ് എല്ലാ കാലത്തും ഞാൻ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളുടെയും മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തെ ഇത്തരത്തിൽ, അതായത് അരാഷ്ട്രീയരാക്കി മാറ്റുന്നതിൽ സോഷ്യൽ മീഡിയക്കും അതിൻ്റെ അകത്ത് കോർപ്പറേറ്റ് കമ്പനികൾ പുറത്തേക്ക് വിടുന്ന കണ്ടൻറ്റുകൾക്കും ഇൻഫർമേഷനുകൾക്കും അവർ
ആഗ്രഹിക്കുന്ന രീതിയിൽ യുവതലമുറ മാറണമെന്നുള്ള ഒരു ആരും കാണാത്ത രീതിയിലൊരു നീക്കം നടക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനപ്പുറത്തേക്ക് ഒരു കോർപ്പറേറ്റ് വലയം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ജെൻസി അല്ലെങ്കിൽ ന്യൂജൻ എന്ന് പറയുന്ന അവരെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും മിസ്ലീഡ് ചെയ്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതെ. നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് കണ്ട ഒരു പ്രധാന മാറ്റം 2020യുടെ കടന്നുവരും. ഇത് സിനാനും സായന്തും പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. 2020 എന്നൊരു അത് അത്തരത്തിൽ ഒരു കോർപ്പറേറ്റ് പാർട്ടി മുന്നോട്ട് വരും. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് 2020 ദാനധർമ്മങ്ങൾ എന്ന പോലെ ആളുകൾക്ക് വീട് നൽകുന്നു. അത് ഒരിക്കലും മനുഷ്യന്മാരുടെ ഡിഗ്നിറ്റി ഒന്നും മാനിച്ചുകൊണ്ടല്ല അവർ ഈ ചെയ്യുന്നത് എന്നുള്ളതും കാണാൻ കഴിയും. ഇതിനൊക്കെ ശേഷം 2020യുടെ രാഷ്ട്രീയം കൃത്യമായിട്ടും വെളിപ്പെടുത്തിക്കൊണ്ട് കിറ്റെക്സ് ഗ്രൂപ്പ് NDAയുടെ കൂടെ ചേരാനായിട്ടും തീരുമാനിക്കുകയാണ്. ഇതിന് ശേഷം 2020 അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സമൂഹത്തിൽ ഇത്ര നാളും രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാമൂഹികമായി ഇടപെട്ടു എന്ന് പറയുന്ന മനുഷ്യന്മാർക്കൊപ്പുറത്തേക്ക് 10-100 സിനിമകളിൽ അഭിനയിച്ച താരങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനുശേഷം ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഇപ്പം വരുന്ന ഒരു ട്രെൻഡാണ് സെലിബ്രിറ്റീസും സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ സെലിബ്രിറ്റീസ് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നതിന് നിങ്ങൾക്കൊന്നും താല്പര്യമില്ലെന്നാണോ? അതായത് ഇപ്പൊ ഇവര് അഭിനയിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മത്സരിക്കുന്നതുകൊണ്ടോ പ്രശ്നമില്ല, പക്ഷെ അവർ എന്ത് രാഷ്ട്രീയമാണ് ഉയർത്തി കാണിക്കുന്നതാണ് അവിടെ ചോദ്യം. അതായത് ഇപ്പം അവർ ചിലപ്പം പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ആൾക്കാരായിട്ട് തോന്നുമെങ്കിലും എന്താണ് അവരുടെ കോർ ആശയം എന്താണെന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ ആയിട്ട് യാതൊരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരാളെ കൊല്ലുകയാണ്, അത് കഴിഞ്ഞ് മറച്ചു വെക്കാൻ വേണ്ടി പലതും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സെലിബ്രിറ്റീസിനെ ഇറക്കി ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾ ഈ അറിവുകളൊക്കെ കൺസ്യൂം ചെയ്യുന്നത് ഏത് വഴിയാണ് കൂടുതൽ? അവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് വരുന്നത്. അപ്പോൾ പോപ്പുലർ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാ പോപ്പുലർ മാധ്യമങ്ങളും ഈ പറയുന്ന സ്ഥാപിത താല്പര്യമുള്ള മുതലാളിത്ത ഫാസിസ്റ്റിക് രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ അത്തരം താല്പര്യം പേറുന്ന ആളുകളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ലിബറൽ മാധ്യമങ്ങളാണ്. ആ ലിബറൽ മാധ്യമങ്ങളിലൂടെയാണ് ഇന്നത്തെ യുവതലമുറ എന്ന് നമുക്ക് പ്രിസൈസ്ലി പറയാൻ പറ്റില്ല, ഭൂരിപക്ഷ തലമുറയും ഇന്നത്തെ ഈ ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ വോട്ടിംഗ് പ്രോസസ്സിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത് ബാധിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി പടച്ചു വിടുന്ന ആളുകളുടെ പ്രധാന താല്പര്യം. ആ താല്പര്യത്തെ ഒരു പരിധി വരെ അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മണ്ഡലത്തിൽ കാൻഡിഡേറ്റ് ഒരു യങ് പേഴ്സൺ ആയിരിക്കുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ കുറച്ച് പ്രായമുള്ള ഒരു മുതിർന്ന നേതാവ് നിൽക്കുന്നതിലാണോ സമൂഹത്തിന് വികസനം ഉണ്ടാക്കും അല്ലെങ്കിൽ യുവതലമുറയ്ക്കും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അടിത്തറയുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം നോക്കാം. നിലവിൽ കേരളത്തിലെ LDFൻ്റെ MLA-മാരുടെയൊക്കെ ഒരു ആവറേജ് ഏജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ചിലപ്പോൾ 25-30 ഒന്നും ആയിരിക്കില്ല, ഒരുപക്ഷെ അതിലും കൂടുതലായിരിക്കാം. പക്ഷേ എന്തുമാത്രം ഈ പറയുന്ന ഈ യുവജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ അവരവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആശയപരമായിട്ടുള്ള അടിത്തറ ഉണ്ടെങ്കിൽ പ്രായം അതിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല എന്നാണ്. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. യുവതലമുറ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വരാൻ പോകുന്ന തലമുറയുടെ വാഗ്ദാനമാണല്ലോ യൂത്ത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ യുവതലമുറ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ എന്ന് വെച്ച് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം അത് മനസ്സിലായിക്കൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുന്നതിനോടാണ് ഞാനെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ പ്രായം ഒരു പ്രശ്നമല്ല, കൃത്യമായിട്ട് ഉള്ള രാഷ്ട്രീയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിനും നിങ്ങളുടെ ചിന്തകൾ ഷെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്.